ഗൈസ് ഇതുണ്ടോ കൂറ കോലത്തിരിക്കുന്നുണ്ടോ? കൂറ കോലത്തെന്ന് വെച്ചാൽ ഞങ്ങൾ പെയിന്റ് അടിക്കാൻ പോവാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിന്റ് അടിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗേറ്റിൽ ഇച്ചിരി തുരുമ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഗേറ്റിൽ പെയിന്റ് അടിക്കുക. അപ്പോൾ പിന്നെ ഒരു വ്ളോഗും ആവും, പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റും ആണ്. ഞാനും അടിക്കുന്നുണ്ട്, നന്ദു അടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന കണ്ടാലോ? അതിൻ്റെ അകത്ത് ചുമ്മാ കുസൃതി കാര്യങ്ങൾ. പെയിന്റ് ഞങ്ങൾ രാവിലെ വാങ്ങിച്ചു. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഇതിലിങ്ങനെ തുരുമ്പ് വീഴുന്നു. സോ അപ്പം നമുക്ക് തന്നെ പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു. എന്നാ പെയിന്റുകാരെ വിളിച്ചപ്പോ അവർക്ക് ഭയങ്കര ബിസി. ഞാൻ വിളിച്ചില്ല. പിന്നെ അമ്മ എന്ത് പറഞ്ഞേ, ഇല്ല ഇവിടെ കുറച്ചുകൂടെ പെയിന്റ് അടിക്കാനുണ്ട് വീട്, വരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിത് പെയിന്റ് അടിക്കാം. ഇത് ഇപ്പൊ ഇതിൽ അടിക്കുന്ന കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് പെയിന്റ് അടിക്കാൻ പോയി പെയിന്റ് വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ നമുക്ക് ഇനി പെയിന്റ് എടുത്തോണ്ട് വന്ന് എന്താ ടിന്നറിട്ട് കലക്കി അങ്ങനെ കലക്കിയിട്ട് ബ്രഷൊക്കെ വാങ്ങിച്ചു. ഇനി ബ്രഷ് ഇട്ട് ഇങ്ങനെ അടിക്കാം. പോയി എടുത്തിട്ട് വരാം. അങ്ങനെ അതെ, ഇത് ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് അപ്ലക്സ് ആക്ടിവ. നീ പറയുന്നത് 2 years വാറണ്ടി, 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. 2 വർഷം പെയിന്റ് പോകത്തില്ലെന്നാണോ അവര് പറഞ്ഞത്? നമ്മൾ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ഏഷ്യൻ പെയിന്റ് ആണ്. നമ്മള് പെയിന്റ് അടിക്കാൻ ഉപയോഗിച്ചതല്ല. ഏഷ്യൻ പെയിന്റുകാർക്ക് പ്രൊമോഷൻ. ഇതെടുത്തോണ്ടോ നമ്മുടെ ഒരു പാട്ട് എടുത്തോണ്ടോ പെയിന്റ് അടിക്കാൻ? ടിന്നറുണ്ടോ അവിടെ ഉണ്ടാവും. ഇത് കൈ കൊണ്ട് പൊട്ടിക്കണം. മറ്റേ പിച്ചാത്തി എടുത്തോണ്ടോ? കുറച്ച് കറുത്ത പെയിന്റ് അതേ മുക്കിയിട്ട് ചെള്ളക്കടി. പിച്ചാത്തി എടുത്തോണ്ടോ? പിച്ചാത്തി ഓടിയരുത്. അനുവിന്റെ കലാവിൽ ഇത് ഞാൻ ആക്കി തരങ്ങിയതാ. പൊട്ടിച്ചവള് ഇരുന്നവിടെ കുറച്ചു നേരം ആയല്ലോ. മണിക്കൂറിന് ശേഷം അനു ഇത് പൊട്ടിച്ചതാണ്. പക്ഷെ അരമണിക്കൂർ നീ എടുത്ത് എഫേർട്ട് എടുത്ത നീ അത് പൊട്ടിക്കാൻ. പക്ഷെ അരമണിക്കൂർ എന്തിനാ ഈ പെയിന്റ് പൊട്ടി എടുത്ത്? അരമണിക്കൂർ എടുത്തില്ല. പിന്നെ എത്ര നേരം എടുത്ത്? പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞ പിന്നെ പച്ചയാവോ? പിന്നെ അത് എടി ഒരു ഇത് പാത്രം എത്തുണ്ടോ ടിന്നർ എടുക്കാൻ? നിനക്കിന്റെ മണം ഇഷ്ടമാണോ? പെട്രോളിന്റെ മണോ? ടിന്നർ എടുത്തുണ്ടോ? പെയിന്റ് ഒഴുകി നല്ല താഴെ കളയരുത്. കുറച്ച് ഒഴിച്ചോ. താഴെ കളയരുത്. എനിക്കെങ്ങനെ അറിയാം? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുവല്ലേ. നിന്റെ ഒരു നാക്കിനെ നോക്ക്. പെയിന്റ് അടിക്കാൻ പിന്നെ പെയിന്റ് ആദ്യം വേറെ എന്തോ പെയിന്റ് അടിക്കാടി. ഇത് ഇന്ന് അനു ഇത് മൊത്തവും ഒറ്റ രാത്രി കൊണ്ട് അടിച്ചു തീർക്കുമെന്നാണ് അനു പറഞ്ഞേക്കുന്നത്. ഞാനും അല്ല, നന്ദുണ്ട്. എടി മറ്റേ ഇതിങ് എടുത്തുണ്ടോ? ഒരു പ്ലേറ്റ് പൊട്ടത്തൊരു ഇതെടുത്തുണ്ടോ? പൊട്ടത്തിന് കാണിക്കാതെ. എടി ഇങ്ങനെ അല്ല അടിക്കുന്നേ. എടി ഇങ്ങനെ അങ്ങനെ അല്ല അടിക്കുന്നേ. ഒരു ഇതിങ് എടുത്തുണ്ടോ? ഒരു വലിയ ഒരു റൗണ്ടിലേക്ക് എടുത്തുണ്ടോ? അങ്ങനെ കാണിക്കാൻ പറ്റുന്ന വലിയ പെയിന്റ് അടച്ചു വെക്കുന്ന ഒരു പാട്ട റൗണ്ടിൽ എന്തെങ്കിലും വലിയ പ്ലേറ്റ് കൊടുത്ത കാണണ്ടോ? അങ്ങനെ എടുത്തുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെ ഒരു വിചാരമുണ്ട് ഇവളാണ് ഇതെല്ലാം എടുത്തോണ്ട് വരുന്നത്. അങ്ങനല്ല, ഇവൾ അവിടം വരെ പോയിട്ട് തിരിച്ചു വരും, എന്നിട്ട് ഞാൻ പോയി ഇത് എടുത്തോണ്ട് വരണം. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. മനസ്സിലായോ? എനിക്കറിയത്തില്ലേ, ശരിക്കും പറയല്ലേ, എനിക്കറിയത്തില്ല ഇതിന്റെ സ്ഥാനങ്ങൾ എവിടാണ്. സ്ഥാനങ്ങളോ എന്ന് വെച്ചാൽ സ്ഥലം എവിടാണ്. സോ അപ്പൊ ഇവയെല്ലാം അറിയാം. അപ്പൊ ഞാൻ എടുക്കും, ഇവിടെ അടങ്ങിയിരിക്കും. ഞാൻ എടുത്തോണ്ട് പോയി സമയം അവിടെ തപ്പിക്കളയുന്നതാണോ നല്ലത്? നന്ദുവിന് അറിയാഞ്ഞിട്ട് അവിടെ പോയി എടുക്കുന്നതാണ്. ശരിയടാ, ബുദ്ധി വേണം, ബുദ്ധി. കണ്ട പെയിന്റ് അടിക്കാൻ നോക്കുക. എന്ത് നാച്ചുറൽ എന്താണ് പറയുക? അതെ. ഇനി അടുത്ത ദിവസം മുതൽ ഇനി കോളേജിൽ പോകുന്നില്ല, പെയിന്റ് പണിക്ക് പോവാണ്. ഇത്രയും നല്ലതായിട്ട് കലാപരമായി പെയിന്റ് അടിക്കുന്ന ഒരു കുട്ടിയെ എന്തിനാണ് പഠിക്കാൻ വിടുന്നത്? അല്ലേ? അല്ല, ഇത് എനിക്ക് പെയിന്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പെയിന്റ് അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ലതായിട്ട് അടിക്കണം. അത് ഫില്ലാണ്, അത് വൃത്തിയായില്ലടി. അതല്ല, ഇതേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പെയിന്റ് വേണം. അത് ടിന്നർ കൂടുതലാണോ? ടിന്നർ കൂടുതലൊന്നും അല്ല, അത് നല്ലതായിട്ട് അടിക്ക്. ഇത് 2 തവണ അടിക്കണോ? 2 കോട്ട് അടിച്ചാൽ നല്ലതായിരിക്കും. 2 കോട്ട് അടിക്കാം.
അത് ആദ്യം ഒരെണ്ണം അടിച്ചിട്ട് പിന്നെ ഒരെണ്ണം അടിക്കാം. അപ്പൊ നമുക്ക് ഇതെല്ലാം പെയിന്റ് അടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരും പെയിന്റ് അടിക്കുന്നത്. അപ്പോൾ നമുക്കിത് അടിക്കാം. ഇതപ്പ തീരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അടിച്ച് തീരുമ്പോ തീരും. അപ്പൊ അടിച്ച് തീരുമ്പോൾ തീരും കേട്ടോ. ഇതിന്റെ ബാക്കിയൊക്കെ ഇതിന്റെ ഇടയ്ക്കൊക്കെ അടിക്കുന്നത് നന്ദുവാ. ഇങ്ങനെ മാത്രം അടിക്കുന്നത് ഇത് സിമ്പിൾ പരിപാടിയാ. അതിന് ഞാൻ ഇതൊക്കെ ചെയ്യും. നന്ദു അതുകൊണ്ട് നാളെ ഇവള് സ്കൂളിൽ പോകുന്നില്ല. ഇവള് പെയിന്റ് അടിക്കാൻ വേണ്ടി നാളെ സ്കൂളല്ലല്ലോ പറഞ്ഞോട്ട്, കോളേജിൽ പോകുന്നില്ല. അനു ചുമ്മാ എനിക്ക് പോണം. അനു എന്നും അടിച്ചങ്ങിരിക്കും കോളേജിൽ പോവാൻ. ഇന്ന് എന്താ അടി പോവാൻ? അതെന്താ എന്റെ നന്ദു ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണുണ്ടായിരുന്നു പോവാൻ. ഓക്കെ എന്നാ ഞാൻ ആരോടും പറയുന്നില്ല. ഇത് വ്ലോഗിനകത്ത് ഞാൻ കട്ട് ചെയ്യാത് കേട്ടോ. എന്ത് കഷ്ടമാ ഇത് ഇടല്ലേ നന്ദു, ഞാൻ പറയുന്ന കേക്ക്. അതെന്താ മിസ് ഒന്നും കാണത്തുന്നു? പിന്നെ മിസ് നിന്റെ വ്ലോഗ് കണ്ടോണ്ടിരിക്കുവല്ലേ? മിസ് കാണും. മിസ് ഞങ്ങളുടെ ആഗ്നസ് പറഞ്ഞേ ഉള്ളു. ഞങ്ങളുടെ ക്ലാസ്സുകാർക്ക് മാത്രം വ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. മിസ്സിന് എന്റർടൈൻമെന്റ്. മിസ് ഭയങ്കര സപ്പോർട്ടീവാ. ഞങ്ങളുടെ ആഗ്നസ് മിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഞങ്ങളുടെ ആഗ്നസ് മിസ്. ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ സെമ്മില് തൊട്ട് ഞങ്ങളുടെ മിസ് വന്നത്. അപ്പൊ തൊട്ട് പക്ഷെ അപ്പൊക്കെ ഞങ്ങക്ക് ആദ്യമൊന്നും നീ ഒന്നെങ്കിൽ ഇരുന്ന് കാര്യം പറ, അല്ലെങ്കിൽ നിന്ന് കാര്യം പറ. അപ്പല്ലേ ഞങ്ങക്ക് ആദ്യമേ ഭയങ്കര ഇതായിരുന്നു. അയ്യോ ഭയങ്കര സീന, ഭയങ്കര ഇതാ. പക്ഷെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പക്ഷെ എന്റെ ഫേവറേറ്റ് മിസ് ഇപ്പം പഠിച്ചില്ലെങ്കിലും ടീച്ചർ മാർക്ക് ഇട്ട് കൊടുക്കും. അങ്ങനൊന്നും ജയിക്കും. അങ്ങനൊന്നും അതിന് പണ്ടേ ബുദ്ധിയില്ലാത്ത കുട്ടി ആയോണ്ടാ. നോക്ക് ഇത്ര അടിച്ചു ഗൈസ്. ഇത്രയും ഭംഗിയായിട്ട് അടിക്കുന്ന പെയിന്റുകാർ പോലും അടിക്കത്തില്ല ഇത്രയും ഭംഗിയായിട്ട്. അപ്പോഴാ അനു അടിച്ചേക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾ പെയിന്റ് അടിക്കട്ടെ. എടി അതിന് ചൊറിയാൻ പോ. നല്ല വൃത്തിയായിട്ട് കണ്ടോ ഒരുത്തിയുടെ പണിയുണ്ടോ? ഇതാ പണി, ഇതാ കുഴപ്പം. പെയിന്റ് അടിക്കാൻ ഇഷ്ടമുള്ളവളുടെ പണി ഇതാ കണ്ടോ. എടി ഒരെണ്ണം തീർത്തിട്ട് അടുത്ത് ചെയ്യ്. എടി ഒരെണ്ണം തീർത്തിട്ട് ചെയ്യ് കേട്ടോ. എടി ഒരെണ്ണം തീർത്തിട്ട് അതിങ്ങതാ ഒരെണ്ണം. എടി ആ ബ്രഷ് മാറ്റി. എടി ബ്രഷ് മാറ്റിയിട്ട് നീ ഒഴിക്കത്. എന്തൊക്കെ കാണണ്ട് ദൈവമേ. വൃത്തിയായിട്ട് ചെയ്യണേ. ആയിക്കോട്ടെ ഇയാള് പോയി അത് ഒരെണ്ണം മൊത്തം തീർക്ക് കേട്ടോ. വലിയ ആള് കളിക്കാതെ കേട്ടോ. ഇയാള് പോയി ചെയ്യൂ. ഞാൻ ചെയ്തോളാം. കണ്ട കാണിച്ചു വെച്ചേക്കുന്നേ. ഇതെന്റെ ഗൈസ്. അപ്പൊ അങ്ങടെ ഒരു സൈഡ് തീരാറായി. അത്ര ടയർഡൊന്നും ആയില്ലേ? അഭിനയിക്കാതെ കേട്ടോ. ഞങ്ങള് പകുതി വരെയായി കണ്ടോ. ഞങ്ങളുടെ അധ്വാനമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബാക്കി എനിക്കറിയില്ല സമ്പത്ത്. കണ്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ പെയിന്റ് അടിച്ചോണ്ടിരിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനി അടിച്ചോണ്ടേ ഇരിക്കാം. അടിച്ചോണ്ടേ ഇരുന്നാൽ എന്ത് സംഭവിക്കും? സമയം പോവും, പെട്ടെന്ന് തീരും. അതന്നെ സമയം പോകുന്നു, പെട്ടെന്ന് തീരും. പകുതി ഒരു ഭാഗം തീരാറായി. ഇത്രയും ഒതന്റിക് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ എന്റെ പഞ്ചായത്തിൽ പോലും കണ്ടിട്ടില്ല. നോക്കി കണ്ടോ. അധ്വാനമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. സ്വത്തല്ല സമ്പത്ത്. അടിക്കങ്ങോട്ട് ഒരു സ്പീഡില്ലല്ലോ. പെർഫെക്റ്റ് ആയിട്ട് അടിക്കണമെങ്കിൽ നമ്മൾ സ്ലോയിൽ ഇത് ഇങ്ങനെ അടിക്കും. പക്ഷെ എന്നിട്ട് അടിക്കുന്നില്ല, ഇങ്ങനെ അല്ലല്ലോ അടിക്കുന്നേ. അതെ ഇങ്ങനെ അടിക്കുന്നേ. എന്നിട്ട് ഇവിടെ ഒരു പകുതി ഒരാക്കും, താഴെ ഇരിക്കും, എന്നിട്ട് ബാക്കി താഴോട്ട് എടുക്കും. ബുദ്ധി അപാരമല്ലേ? ആരാ പറഞ്ഞു? ഞാൻ തന്നെ ഗൈസ് പറയുന്നു. എല്ലാരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം റെസ്പെക്റ്റാ. മനസ്സിലായോ? ഈ ചെറുക്ക എന്നെ വെളിയിലോട്ട് ഡംപ്. അപ്പൊ ഗൈസ് ഞാൻ എനിക്ക് വെളി വന്ന് വെച്ചാൽ മറ്റേതെല്ലാം തീർന്ന്. ഇനി ഇതിന്റെ ഇടയ്ക്ക് അകത്തെ ഇതിന്റെ ഇടയ്ക്ക് മാത്രമേ അടിക്കാനുള്ളൂ. അത് ഇത് വെച്ച് പറ്റത്തില്ല. ഈ കയ്യ മൊത്തം പെയിന്റ് ആയി കണ്ടോ. അപ്പം ഇത് വെച്ച് അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നന്ദു അകത്തേനെ അടിക്കും, ഞാൻ പുറത്തേക്കും. അപ്പോൾ പെയിന്റ് അടിക്കുകയാണ് ഗൈസ്.
എന്റെ കാല് പെയിന്റ് വീണ്. കാല വീരല്ലെന്ന് വെച്ച കാല. സൂപ്പർ. ഓ എന്റെ നാക്ക് ഇനി ടർപ്പ് വെച്ച് കഴിയും. എങ്ങനെ കഴുകുന്നേ? ബാ ടർപ്പ് വെച്ച് കഴിയാം. ബാ. എന്തൊരു കാലക്കേടാണ് ആലോചിക്കാൻ. എന്ത് പെയിന്റ് കാലേ വീഴുന്നത്? അത് മര്യാദയ്ക്ക് അടിക്കണം, ഇല്ലെങ്കിൽ പെയിന്റ് അല്ല. തുടക്കി ഓ എന്റെ തീർന്നു കഴിച്ചു. എന്ന് വെച്ചാ ഞങ്ങൾ ക്ഷീണിച്ചു. ഇതെന്തായാലും തീർക്കും. പിന്നെ എല്ലാരും പ്രത്യേകം ഏഷ്യൻ പെയിന്റ്സിനെ പോയി വാങ്ങിക്കുക. ഗേറ്റിന് പോയി അല്ല എല്ലായിടത്തും പോയി അടിക്കുക. നിങ്ങളുടെ സമയം കിട്ടുന്നതിൽ നിങ്ങൾ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഞങ്ങൾ 4 മണി എന്തായാലും 4 മണി തൊട്ട് 6 മണിയായി. നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളുടെ സമയം യൂസ് ചെയ്യൂ. സീരിയസ് നിങ്ങൾ യൂസ് ചെയ്യണം. 4 മണി തൊട്ട് 6 മണി വരെ നിങ്ങൾക്ക് കുറെ അധികം സമയങ്ങൾ. അതിന് മുമ്പേ ജോലി ചെയ്ത് അത് ജോലി ചെയ്തവര് വീട്ടിൽ വന്ന് രാത്രിയാകുമ്പോ പിന്നെ വന്ന് ജോലി ചെയ്യുക ലൈറ്റ് വെച്ചിട്ട്. ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ജോലി ചെയ്ത്. അപ്പോൾ എല്ലാരും ഏഷ്യൻ പെയിന്റ്സിനെ വാങ്ങിക്കുക, പെയിന്റ് അടിക്കുക നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്. ഏഷ്യൻ പെയിന്റ്സ്. അൾട്ടിമ. Okay, bye guys.